എങ്കിൽ ശരി, എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്തേക്ക്. പിന്നെ MLA സാർ, നിങ്ങൾക്കും എൻ്റെ അമ്മാവനും ഞാനോട് ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ അനുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു? ഇനി എൻ്റെ അമ്മയാണോ? എടോ, എന്താ സംഭവിച്ചെന്ന് എന്നോടൊന്ന് പറയടോ. അമ്മയ്ക്ക് കീമോതെറാപ്പി ചെയ്യണം, പക്ഷെ അവരത് കൊടുക്കുന്നില്ല. ഐസിയുന്ന് ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റും ചെയ്തു. ചോദിച്ചപ്പോൾ ഡോക്ടർക്കും അറിയില്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്കും അറിയില്ല. ഞാനിനി ആരോട് ചോദിക്കാനാ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്തോന്നാടോ ഇതൊക്കെ? ഞാനെന്താ ഹെൽത്ത് മിനിസ്റ്ററാണോ? ഞാൻ നോക്ക്, നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എത്ര പ്രാവശ്യം എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്ന സഹായം ചെയ്തിട്ടുമുണ്ട്. ആവശ്യത്തിന് പണവും തന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്ത എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ദയവേത് നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി സാർ, പ്ലീസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഫ്ലോട്ടേഴ്സിന്റെ ജോലി ഉപേക്ഷിക്കാം, എല്ലാം വിടാം. അമ്മാവാ പ്ലീസ്, കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? അമ്മ ഇനി ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങൾ ആ വീട് എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല, പ്ലീസ്. ഇതാ നോക്കൂ ഗോപു, ആവശ്യമില്ലാതെ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിനുള്ളിൽ എന്നെ വലിച്ചഴിക്കല്ലേ പ്ലീസ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ കെട്ടാൻ ആഗ്രഹിച്ചു, ശരി, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രയോജനമാണെന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ ചേട്ടന്റെ മോനിപ്പോ എന്നെ കുറ്റം പറയുന്നത് കണ്ടില്ലേ? തെറ്റിദ്ധരിക്കരുത്, ഇത് ഞങ്ങളുടെ രക്തത്തിലുള്ളതാ. അച്ഛനും അങ്ങനെയായിരുന്നു, ചേട്ടനും അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാനെന്താ? ഞാനങ്ങനെ വെറുതെ ഇരിക്കില്ല. അമ്മാവാ, ആ വീടിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അതെങ്ങാനും സാധിച്ചില്ലെങ്കിൽ ആ പേപ്പറുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞനെ. അതെയോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ പോയി നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സൈൻ മേടിച്ചിട്ട് ഈ പേപ്പറിൽ. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണുള്ളൂ, തിരിച്ചു വരാൻ കുറെ കാലമാവും. ഞാൻ പോകുന്നതിന് മുമ്പേ ഗരിയയിൽ നിനക്കൊരു 2 BHK ഫ്ലാറ്റ് മേടിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇവന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തങ്ങ് കൊടുത്തേക്ക്. അത് കഴിഞ്ഞ് അവൻ എത്ര പൈസ ചോദിക്കുന്നോ അതും കൊടുത്തേക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇവനാ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. എന്റെ മോനെ, നീയാണ് യഥാർത്ഥ ചാമ്പ്യൻ. ഫ്ലോട്ടറിന് നിന്നെ ആവശ്യമുണ്ട്. പോയി സൈൻ മേടിച്ചിട്ട് വാ. ഇത് കാരണം നീയും രക്ഷപ്പെടും, നിന്റെ അമ്മയും രക്ഷപ്പെടും. ചേട്ടാ നമസ്കാരം, ഞാൻ കുറച്ച് ദൂരെന്നാ. പറഞ്ഞാട്ടെ. ഇവിടെ ബീന എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഹസ്ബൻഡിന് ഒരു പിക്ചർ വിൽക്കുന്ന കടയുണ്ട്, ചേട്ടൻ അറിയാവോ? ഓ, അവരാണോ? കുറച്ചാൾ മുമ്പേ ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്തു. സിഗരറ്റും വെള്ളവടിയും പെണ്ണ് കേസും കാരണം എല്ലാം നശിപ്പിച്ച് കളഞ്ഞേ. ഇപ്പൊ കാട്ട്പൂറിൽ എവിടെയോ ഉള്ളതായിട്ട് അറിവ്. ലിവർ പേഷ്യന്റാ, എപ്പോ വേണേലും തട്ടിപ്പോവാം. താങ്ക്സ് ചേട്ടാ, പോവാം. എന്താടോ, ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാറേ. അല്ല, ഇങ്ങോട്ട് നോക്കി, ഇത് ആരാന്ന്? എന്താ ഇങ്ങോട്ടൊക്കെ? നിങ്ങൾ അവിടെ കൊൽക്കട്ടയിലൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ ഇരുന്നതല്ലേന്നേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനിപ്പോൾ ഇവിടെ ശരിക്കും സന്തോഷത്തിലാ. ശുദ്ധവായുവും മനോഹരമായ സ്ഥലവും, ഞങ്ങൾ സന്തോഷത്തിലാ. നിങ്ങൾ ഈ സിറ്റിയിലുള്ളവരെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വിട്ടോണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളെന്താ ഇവിടെ? എല്ലാം നിങ്ങളുടെ കരുണ കൊണ്ടാ. നീയൊക്കെ നിന്റെ ചിറ്റപ്പൻ്റെ കൂടെ സൂചിച്ചല്ലേ ഇരിക്കുന്നേ. ആ വൃത്തികെട്ട MLA ഉണ്ടല്ലോ, അവൻ എനിക്ക് നല്ലൊരു പണി തന്നു. ഒരു യെല്ലോ കാർഡും തന്ന കൊൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കാനിങ്ങിലോട്ട് ട്രാൻസ്ഫറും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? വന്നല്ലേ പറ്റൂ. നിങ്ങൾക്ക് പേടിയല്ലേ? എന്താ നിനക്ക് പേടിയില്ലേ? നീ ധൈര്യം കാണിക്കാൻ പോയാ നിന്റെ അനിയത്തി ഇല്ലാണ്ടായ. അമ്മയും മരണക്കിടക്കല. ശരി. അല്ല, ഒരു മിനിറ്റ് നിന്നേ. എന്താ ഇത്ര ധൃതി? ബീനയുടെ അഡ്രസ്സ് തനിക്ക് വേണ്ടേ? അല്ല, ഇതെന്നാ ഒന്നും സംസാരിക്കാണ്ട് വായടച്ചു പോയത്? നിന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. താൻ എൻ്റെ അതിഥിയാണല്ലോ, താനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാൻ, മനസ്സിലായോ? അത് മാത്രമല്ല, താൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ആ കാര്യം ഞാൻ അറിഞ്ഞിരിക്കും. അതിനു വേണ്ടിയല്ലേ മൊബൈൽ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചതൊക്കെ. ഇതൊക്കെ എന്തിനാന്ന് നിനക്കറിയാവോ? നീ ഈ ഏരിയയിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കുവാ. പിന്നെ നിന്നെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. നിന്റെ പരിഗണന പോലെ ഇരിക്കുമല്ല. പിന്നെ ഈ നാടകം എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനൊക്കെ കാരണം MLA, കൗൺസിലർ, പിന്നെ ആ വൃത്തികെട്ടവനുണ്ടല്ലോ, എൻ്റെ സീറ്റിലിരിപ്പുണ്ടല്ലോ, ആ കരുണ സിംഗ്. അവനാണ് എല്ലാത്തിനും കാരണം. എന്നെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞെന്നാ അവരുടെയൊക്കെ ഒരു വിചാരം. ഇഷ്ടത്തിന് കൂത്തടിക്കാന്നാ അവരുടെ വിചാരം. പക്ഷെ അവരെ തടയാനായിട്ട് ഇവിടെ ആർക്കാണ് ധൈര്യം?
ലക്ഷക്കണക്കിനാ കൈക്കൂലി കൊടുക്കുന്നത്. എല്ലാ മാസവും പോലീസുകാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. വേറെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാ ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് ആ വൃത്തികെട്ട NRI ഗോപേഷിനെയൊക്കെ സംരക്ഷിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബീന എവിടെ ഉള്ളതെന്ന് അറിയില്ലേ? കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിന്റെ അനിയത്തിയുടെ മുഖമേ TV കണ്ടപ്പോൾ തോന്നിയതാ അങ്ങനെ ഒരു പെണ്ണിന് സംഭവിക്കാൻ പാടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. സത്യം പറയണമെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വളരെ വിഷമിച്ചതാ. നിന്റെ അനിയത്തിനെ പോലെ തന്നെ 18 വയസ്സിൽ എനിക്കൊരു മോനുണ്ട്. അവൻ്റെ പേര് ആർജോന്ന. അവൻ വളരെ വയലൻ്റാ. അവൻ അവൻ്റെ അമ്മേനെ ഇട്ട് അടിക്കും, കഷ്ടപ്പെടുത്തും. അവൻ അവളുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കും. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാ, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതെന്ന്. പിന്നെ ഒരു ദിവസം എൻ്റെ മോനെ തേനീച്ചയെ പിടിക്കാൻ പോയപ്പോൾ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. അവന് ചുറ്റും രക്തമായിരുന്നു. ഞാൻ ഉടനെ അവൻ്റെ അടുത്ത് ഓടിപ്പോയി. ഞാൻ അവനെ മടി വെച്ചിട്ട് അവൻ്റെ പേര് പറഞ്ഞു വിളിച്ചതാ. അച്ഛാന്നൊരു വാക്കൊഴിച്ച് അതുവരെ അവൻ വേറെ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അവസാനമായി അവൻ എൻ്റെ മുഖത്തോട്ട് നോക്കി എന്താ പറഞ്ഞെന്നറിയാവോ? ചേച്ചി, അമ്മേ, അച്ഛൻ. സോറി, എന്നോട് ക്ഷമിക്കണം. നീ അവർക്കൊക്കെ ശരിയായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. എങ്കിലേ അനുവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. നിങ്ങൾ പുറപ്പെട്. ബീനയ്ക്കെല്ലാം അറിയാം, ഒന്നു വിടാതെ അറിയാം. ചേട്ടാ ഒന്ന് നിന്ന്. ഇവിടെ ബീന എന്ന് പറയുന്ന ആൾ എവിടെ താമസിക്കുന്നത്? നേരെ പോയി അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ശ്യാമയുടെ വീട് പറഞ്ഞു തരും. താങ്ക്സ്. താങ്ക് യു. ഇങ്ങേർക്ക് വേണ്ടിയാ, ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ പാപവും ചെയ്തത്. ഇങ്ങേര് ജീവനോടുണ്ടെങ്കിലും ഞാൻ ഓരോ നിമിഷവും ചത്ത് ജീവിക്കുക. ലിവറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തും കുടിച്ചു ബോധമില്ലാതെ ഇങ്ങേര് വീട്ടിൽ വരുന്നത്. ഇങ്ങേറെ മദ്യപാനം കാരണം നടത്തിയിരുന്ന ഒരു കച്ചവടവും ഇല്ലാതായി. അതുമാത്രമല്ല, ചീട്ടുകളി ആരംഭിച്ചു. ഉള്ള വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിച്ചു. ഇങ്ങേറെ അച്ഛനുണ്ടാക്കിയ സമ്പത്ത് മൊത്തം വിറ്റ് നശിപ്പിച്ചു. ഞാനിപ്പോ നടുത്തരുവില്ല. എന്താ പറ്റി ബീന ചേച്ചി? എന്റെ അത്യാഗ്രഹം കാരണം. മര്യാദയ്ക്ക് ഒപ്പിട്. ഞാൻ അങ്ങനെ ചെയ്യില്ല. ബീന ചേച്ചിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? അത്യാഗ്രഹം. എല്ലാത്തിനും അത്യാഗ്രഹമാണ് കാരണം. മനുഷ്യർ അത്യാഗ്രഹമൂത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മോനാവുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരാവോ? പക്ഷെ അതിനെല്ലാം മുമ്പ് ആ MLA യും കരുണാ സിംഗും മരിക്കുന്ന എൻ്റെ കൺമുന്നിൽ എനിക്ക് കാണണം. മോനെ, ഇത് നിന്റെ അമ്മയുടെ ഫോണാ. ആ സമയത്ത് അമ്മ നിന്നെ വിളിക്കാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ തനിയെ റെക്കോർഡർ ഓണായി. എല്ലാം ഇത് റെക്കോർഡായിട്ട്. നിന്റെ ചിറ്റപ്പൻ നീ വിചാരിക്കുന്ന ഒരാളല്ല. അയാൾ വളരെ ക്രൂരനാണ്. അവനും അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. കൽക്കത്തയിലുള്ള മായാദേവി ഇന്ന് ഹോസ്പിറ്റലിൽ മരിച്ചു പോയിരിക്കുകയാണ്. തീവ്ര പരിചരണമുണ്ടായിട്ടും അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഏതോ വ്യക്തികൾ ആക്രമിച്ചതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് പരിക്ക് പറ്റിയാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അനു എന്ന പെൺകുട്ടി സ്പോട്ടിൽ തന്നെ മരിച്ചിരിക്കുകയാണ്. പോലീസ് ഈ കേസ് ഒരു കൊള്ള സംഭവമായി ചിത്രീകരിച്ചിരിക്കുന്നു. Ha ha ha.